സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു വരികയാണ്. സക്കേവൂസ് ആരാണ്? സക്കേവൂസ് ജെറിക്കോയിലെ വലിയ ചുങ്കക്കാരനാണ്. പല ചുങ്കക്കാർ സക്കേവൂസിൻ്റെ കീഴിലുണ്ട്. പണം ഏറെയുണ്ട്. സക്കേവൂസിന് ജെറിക്കോയിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ കിട്ടാത്ത ഒരു കാര്യം മനസ്സിലെ സമാധാനമാണ്. മനസ്സിൽ വലിയ അസ്വസ്ഥതയോടെ, അശാന്തിയോടെ ആ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക സക്കേവൂസിൻ്റെ പശ്ചാത്തലമാണ്. സക്കേവൂസ് എന്തോ ഒരു അപര്യാപ്തത, എനിക്കെന്തോ കുറവുണ്ട് എന്നുള്ളൊരു ബോധ്യം അയാൾക്കുണ്ട്. ഒരുപക്ഷെ ബാഹ്യമായ പണത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒരു തിരതള്ളലില്ലേ സക്കേവൂസിൻ്റെ ഉള്ള് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. വലിയ അസ്വസ്ഥത മനുഷ്യനുണ്ട്. അദ്ദേഹം ആ ഒരു അസ്വസ്ഥതയുടെ പുറത്താണ് യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹം. പക്ഷേ അതിന് വലിയ വില കൊടുക്കാനൊന്നും അദ്ദേഹം തയ്യാറില്ല. കാര്യം സിക്കമൂർ മരത്തിന് മുകളിൽ കയറിയെങ്കിലും ആരും കാണാതെ, വൃക്ഷത്തലപ്പുകൾ, ഒത്തിരി പച്ചിലകളുള്ള സിക്കമൂർ മരത്തിൻ്റെ ഉള്ളിൽ ആരും കാണാതെ കയറിയിരിക്കാം. കൗതുകത്തോടെ ആ മനുഷ്യൻ അവിടെ കയറിയിരിക്കുകയാണ്. ഒന്ന് കാണാം യേശുവിനെ എന്നുള്ളൊരാഗ്രഹം മാത്രമാണ് സക്കേവൂസിനുള്ളത്. പക്ഷേ ആ ചെറിയ ആഗ്രഹത്തെ പോലും ഈശോ സമ്മാനിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണുക. സക്കേവൂസ് ചിലപ്പോൾ നമുക്ക് പരിചിതമാണ്. സക്കേവൂസിൻ്റെ വ്യക്തിത്വം ചിലപ്പോഴൊക്കെ ഉള്ളിൽ ശൂന്യത കൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ. ഈശോയെ കൂടുതൽ അറിയണമെന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട വലിയ കമ്മിറ്റ്മെൻ്റൊക്കെ എടുക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. ഇനി വേറെ ചിലരൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ മാനസാന്തരപ്പെടട്ടെ, ഇടവകയിലെ അല്ലെങ്കിൽ എൻ്റെ സംഘടനയിലെ ഇന്നയാളും മറ്റേ ആളും അവരൊക്കെ നന്നാവട്ടെ, അവരൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം ന്യായീകരിക്കുന്ന, നീതീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ നന്നായിട്ട് ഞാൻ നന്നാകാം എന്നുള്ള ചിന്ത നമുക്ക് മാറ്റിവെച്ച് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. നമുക്ക് എപ്പോഴും കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായി ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ ഈ നോമ്പുകാലം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് നമ്മുടെ മനസ്സിൽ കടന്നു വരിക സക്കേവൂസിൻ്റെ സന്തോഷമാണ്. തിടുക്കത്തിൽ അവൻ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. 15-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം മാനസാന്തരത്തിൻ്റെ അധ്യായമാണ്. മാനസാന്തരത്തിൻ്റെ കഥകൾ പറയുന്ന അധ്യായമാണ്. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ 3 ഉപമകളിലും സന്തോഷം എന്ന് പറയുന്നൊരു പ്രധാന കേന്ദ്രത്തിൽ കാണുന്നു നമ്മൾ. 15-ാം അധ്യായം 6-ാം വാക്യം, കാണാതായ ആടിനെ കണ്ടു കിട്ടുമ്പോൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. അതുപോലെ തന്നെ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് എന്ന് ഈശോ കൂട്ടിച്ചേർക്കുകയാണ്. കാണാതായ നാണയത്തിൻ്റെ ഉപമയിലും ഇതുപോലെ തന്നെ എന്നോടുകൂടി സന്തോഷിക്കുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതുപോലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലും പ്രത്യേകമായിട്ട് നമ്മൾ കാണുക, അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്നൊക്കെ വളരെ ഹൃദയം തുറന്ന് പറയുന്ന ആ പിതാവിനെ നമ്മൾ കാണുന്നു. അപ്പോൾ സന്തോഷവും ആഹ്ലാദവും അതുപോലെ തന്നെ ഹൃദയത്തിന് നിറവുമൊക്കെയാണ് മാനസാന്തരത്തിൻ്റെ അടിസ്ഥാന ഭാവമായിട്ട് കാണുക. മാനസാന്തരത്തിൽ ചിലപ്പോഴും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപവാസമുണ്ട്, പ്രായശ്ചിത്ത പ്രവൃത്തികളുണ്ട്, അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ മനസാന്തരം എന്ന് പറയുന്നത് ആത്യന്തികമായി
ഹൃദയത്തിൻ്റെ ഒരു നിറവാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, എൻ്റെ കുറവുകളോട് ഞാൻ സമർപ്പിക്കുമ്പോൾ മനസ്സുണ്ടാകുന്നൊരു ആശ്വാസവും സന്തോഷവുമാണ്. അപ്പോൾ ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഈ ഒരു മനസ്സിൻ്റെ ശാന്തിയും നിറവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കണം. ചിലപ്പോഴൊക്കെ വളരെ ഗ്ലൂമിയായിട്ട് ഈ നോമ്പുകാലത്തെ ചിന്തിക്കാറുണ്ട്, ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു ഹൃദയം തുറന്നൊരു അനുഭവം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക സക്കേവൂസിനുണ്ടാകുന്ന മാറ്റമാണ്. സക്കേവൂസ് പണത്തോടുള്ള ആ ആർത്തിയിൽ നിന്ന് മാറുകയാണ്. പലപ്പോഴും നമ്മെ പുറകോട്ട് നയിക്കുന്നത്, ഈശോയിൽ നമ്മളെ അകറ്റുന്നത് ഈ ധനമോഹമാണ്. ഇന്നത്തെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന പ്രകാരമാണല്ലോ, ഉള്ളതുകൊണ്ട് 6-ാം വാക്യം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അതുപോലെ തുടർന്ന് ശ്ലീഹ പറയുകയാണ്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധഃപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്നിട്ട് ധനമോഹമാണ് നമ്മുടെ തിന്മകളുടെയൊക്കെ അടിസ്ഥാന കാരണമെന്ന് പ്രത്യേകമായിട്ട് ശ്ലീഹ പറയുകയാണ്. അപ്പോൾ ധനമോഹം നമ്മളെ പുറകോട്ട് നയിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് സക്കേവൂസിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ പാപിയുടെ ഭവനം യേശു താമസിക്കുന്ന ഭവനമായിട്ട് മാറുകയാണ്. അവിടെ ചുറ്റുമുള്ളവർക്കും സക്കേവൂസ് താൻ തട്ടിച്ചെടുത്തൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കും ഒരു ആശ്വാസമുണ്ടാകുന്നു എന്നുള്ളതുകൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ്. അപ്പോൾ നമ്മുടെ മാനസാന്തരത്തിന് ഒരു സാമൂഹ്യമായ മാനം കൂടിയുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി കാണുക, അവിടെ യേശുവിനെ കുറ്റപ്പെടുത്തുന്ന വളരെയധികം പേരുണ്ട്. ഇവനൊരു പാപിയുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ് സക്കേവൂസിനെയും യേശുവിനെയും കുറ്റം വിധിക്കുന്നവർ. മറ്റുള്ളവരെ അവരുടെ സാമ്പത്തിക നിലയും രൂപവും ഭാവവും ഒക്കെ നോക്കി ചിലപ്പോൾ നമ്മൾ വിധിക്കാറുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഈശോ കയറി ചെന്നു. സക്കേവൂസ് രക്ഷപ്രാപിച്ചു. എന്നാൽ അത് ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവർ അവർ വഴിയിൽ നിന്ന് യേശുവിനെയും സക്കേവൂസിനെയും കുറ്റം പറയുകയാണ്. തുടർന്നും അവർ കുറ്റം പറച്ചിൽ തുടർന്നു. അവരുടെ മുൻവിധിയിൽ അവർ നിലനിന്നു. അവർക്ക് രക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. ആന്തരികമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് നോമ്പുകാലത്തിൽ ആവശ്യമാണ്. ബാഹ്യമായിട്ട് വിധിക്കുന്നവരാകാതെ നമുക്ക് യേശുവിനോടൊപ്പം മറ്റുള്ളവരെ കാണാൻ, യേശു കാണുന്നത് പോലെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. യേശു സക്കേവൂസിൻ്റെ വീട്ടിൽ കടന്നു വരുന്നത് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്, 19ഉം 20ഉം വാക്യമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപക്ഷെ നമ്മൾ ക്ഷണിക്കാതെ തന്നെ അവിടുന്ന് കടന്നു വരുന്നുണ്ട്. നമുക്ക് ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം. നിലനിൽക്കുന്ന മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സന്തോഷത്തോടെ നമുക്ക് നൽകാം. എളിമയുള്ളവരായിരിക്കാം. മുൻവിധികൾ അത് മറ്റുള്ളവരെപ്പറ്റി, കുടുംബാംഗങ്ങളെപ്പറ്റി, സഭയെപ്പറ്റി, അങ്ങനെ വിവിധ തരത്തിൽ നമ്മൾ വെച്ച് കൊണ്ട് നടക്കുന്ന മുൻവിധികൾ മാറ്റാനും ഈ നോമ്പുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.